രക്ഷിയാക്കാ ആ അല്ല കഴിഞ്ഞൊരു ചെള്ളി കുടിച്ചാൻ പോന്നി നിങ്ങൾ അറിഞ്ഞിട്ട് ചള്ളി ഇങ്ങടൊക്കെ ബാബും പാടെ ഞാനും ബാബും കൂടി ആ ചെള്ളി പിടിച്ചാൻ വേണ്ടിട്ടേ ആ കഴിഞ്ഞ ആഴ്ച പുതുക്ക് വെള്ളം ഇങ്ങോട്ട് കേറിയപ്പോഴാ വന്നായി. ആ എന്നിട്ട് അങ്ങനെ ഏകദേശം 500 കിലോ ചെള്ളിയാണ് നമുക്ക് കിട്ടിയത്. 500 കിലോനാ? അതെന്താ 500 കിലോനാ അല്ലാനെ പറഞ്ഞ ചങ്ങായി? അപ്പൊ തന്നെ കൊട്ടവണ്ടിക്ക് കയറ്റിക്കാണ്ടേ നേരെ കുണ്ടോട്ടിക്കാണ്ട് വിട്ട് 1.5 ലക്ഷം ഉറുപ്പ്യക്കാണ് അത് വിറ്റ്. 300 ഉറുപ്പ്യ വെച്ചാണ്ട് ഇല്ലാത്ത ഇച്ചാതി തള്ളു തള്ളേറ്റിട്ടാ. ഈ ജാതി തള്ളു പറഞ്ഞാല് ഇജ്ജ് വിചാരിച്ച മാതിരിയല്ലേ ഈ ചെള്ളി കുടിച്ചല്ലേ. 50 കിലോന്റെ മേലേക്ക് ഇതുവരെ വെള്ളവർക്കും ചെല്ലി. ആ പക്ഷെ ചെള്ളി കുടിച്ചവർ നേക്കുണ്ടേന്ന്. ഈ പ്രാവശ്യം ഈ കൊയ്ത്ത് കഴിഞ്ഞു വിടുമ്പോഴേ ഈ ബൈക്കോലുണ്ട കെട്ടിട്ടീന്നല്ല, ഈ കെട്ടിട്ട ബൈക്കോലുണ്ടെല്ലാം കൂടി വെള്ളം വന്നപ്പോൾ പൊന്തി. ആ വള്ളത്തിന്റെ ആ ബൈക്കോലുണ്ടന്റെ അടിയിൽ ഇങ്ങനെ ഓരോരോ ബൈക്കോലുണ്ടന്റെ അടിയിലും ഒരു 50 കിലോ ചെള്ളി ഇങ്ങനെ പറ്റി നിൽക്കുക. ബൈക്കോലുണ്ട വള്ളത്തില് പൊന്തോ മനസ്സാ? ബൈക്കോലുണ്ട പൊന്താതെ കണ്ടിട്ടില്ലേ? ഇവിടൊക്കെ പൊന്തി കിടക്കുന്നേ നിറച്ച്. അങ്ങനെ ഈ ഇത് ഞാൻ അടി കൂടി അത് വെല്ല പൊന്തിച്ചും ബാബുവിനെ കൊണ്ട് ആ കോരിയാല കൊണ്ട് അടിയിൽ നിന്നൊരു കോരിച്ചലാണ്. അങ്ങനെ ഓരോ കെട്ടിന്റെ ചോട്ടുന്നു 500 കിലോനൊക്കെ ഒറ്റയടിക്കണ് പറഞ്ഞാലെങ്ങനെ? 500 എന്ന് പറഞ്ഞാലും ഇനിയിപ്പോ പോട്ടെ, ഒരു 50 കുറച്ചാളാ 450 കുറച്ചിട്ട് ചെറിയൊരു തള്ളൊരു മര്യാദ കോലത്തിലൊക്കെ തള്ളി രക്ഷിതാക്കാം. എന്താ പറ്റി പറയണ? അന്നേറ്റ് വന്ന അങ്ങനെ തന്നെ. ഇതിപ്പോ നാളെ പണ്ട് നമ്മൾ ചെമ്പല്ലി കുടിച്ച കഥ പറഞ്ഞ അരായിക്ക് ചാരി പറ്റിങ്ങാണ്ട് ചെള്ളി ഉണ്ടാവും അറിഞ്ഞാണ്ടാണ് ഇപ്പൊ ഈ പിടിച്ചത്. അവിടുന്ന് 14 കിലോന്റെ ഒരു ചെമ്പല്ലി കുടിച്ചിട്ട് അന്ന് പറഞ്ഞ് ലാസ്റ്റ് 2 കിലോനാക്കി. എന്ന മാതിരി ഇതാക്കാന്ന് വിചാരിച്ചണ്ട. പറഞ്ഞാ ചിലപ്പോ ആയിക്കൂടാ ആവൂല, എന്നാലും ഉണ്ടാവും ഒരു 300 കിലോ. നിങ്ങള് അരായി വറ്റി പിടിച്ചാല് ചെള്ളി ഉണ്ടാവും പറഞ്ഞിട്ട് ചെള്ളി ഇങ്ങനെ അപ്പൊ വരണ്ടേന്ന് ആ വൈക്കോലുണ്ടെന്റെ ചോട്ടില്. അപ്പൊ വൈക്കോലുണ്ടൊക്കെ ഒലിച്ചു പോയി. ഏതായാലും ബാബുവിനെ കണ്ടിട്ടോ ചോദിച്ചപ്പോ അതിന്റെ ഒരു യഥാർത്ഥം അതിപ്പോ ബാബുവിനെ കാണാൻ മാത്രമൊന്നുമില്ല, അതിന്റെ യഥാർത്ഥം അങ്ങനെ തന്നെ. അങ്ങനെ ആ ചെള്ളി കൊണ്ടുപോയി വിറ്റിങ്ങാണ്ട് കായ് എത്ര മാതിരി അന്ന് കിട്ടി. പരമാവധി എത്ര ഉണ്ട് ഒരു ലാസ്റ്റിക്ക് വരി. ഇനിയിപ്പൊ ഈ കുറക്കാനില്ല ചങ്ങായി. എത്തപ്പ എന്റെ കഥ. നമ്മളത് തൂക്കാഞ്ഞ എന്താ പറയുക, കൊട്ടവണ്ടി ഒന്നായിട്ട് നിറച്ചുണ്ടേ അത് നേരെ കൊണ്ടുപോയി കുണ്ടോട്ടിയിലാണ് മേച്ചാണ് കൊടുത്തുകയാണ്. അപ്പൊ തൂക്കാത്തോണ്ട് നമ്മളൊരു സുമാറാണ് ഇപ്പൊ പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്നാലും ലാസ്റ്റ് എത്ര ഉണ്ടാവും? ഒരു 200 ഉണ്ടാവും. ഇഞ്ഞ് കുറക്കണ്ട, കുറക്കാൻ അതിന് മെനക്കെടും വേണ്ട. ഇനിയിപ്പോ ആ കായ് എന്റെ അടുത്ത് ഇഷ്ടം പോലെ കായ് വായ്പ വെച്ചെടുത്ത് എനിക്ക് അങ്ങനെ ഒരു തറാറുണ്ട്. അപ്പൊ എന്തേലും പറ്റു വാങ്ങാന്നുള്ള അതാണ് എനിക്ക് അന്നേറ്റുള്ള കുഴപ്പം. അതുകൊണ്ട് ഇജ് ആ വക സംഗതിക്ക് കണ്ട കായിന്റെ ഏതായാലും ഇന്നാലേ ഉള്ള പൊടിയേറ്റ് പോയി ഉള്ള ചരിയേറ്റ് പോവുക കയറി. തൽക്കാലം ആ ഒരു കാര്യം ചെയ്യും. പിന്നെ ഇന്നിപ്പോ ഇത്ര തന്നെ കിട്ടുള്ളൂ. കാരണം അന്നേറ്റ് ഇറങ്ങി ആ ബാബുനെറ്റ് വരണം, എന്നാലേ മീൻ കിട്ടുള്ളൂ. ഓരോരോ സംഗതിക്ക് പോകുമ്പോ അതിനുണ്ട് ആൾക്കാർ. ഓനക്ക് ഈ കൃഷിക്കാരനായതുകൊണ്ട് പാടത്തിനെ പറ്റി നല്ല നേക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് രണ്ടാളും കൂടി പോയിട്ട് ആ ബൈക്കോലുണ്ട് ഏതായാലും നഷ്ടപ്പെട്ട് അതിന്റെ അടി മീമ്മ ചെള്ളി പറ്റി കിടക്കല്ലേ. ആ ചെള്ളി ഞങ്ങൾ കോരിയലോണ്ട് കോരിയിട്ട് ഓരോ ഉണ്ടന്റെ ചോട്ടിലും 10-50 കിലോ ചെള്ളിയെന്ന്. ഇത് വെറുതെ പറയല്ലേ നമ്മള്, മനസ്സിലായ എനിക്ക്? 200 ആയാലും എന്താ മോശപ്പ? 300 ഉറുപ്പ്യ വെച്ച് കണ്ട് 200 കിലോ ചെമ്മീൻ മീറ്റ കായ് എത്ര കിട്ടുള്ളൂ? ലാസ്റ്റ് ബാബുവിനെ കണ്ടാല് 20 ആവും. അതിപ്പോ ബാബുവിനെ അങ്ങനെ കാണാൻ 20 എത്തപ്പ എന്റെ വർത്താനം കേട്ടാല്. നമ്മളിത് ഇങ്ങനെ 2-3 മനുഷ്യന്മാര് വെറുതെ ഇങ്ങനെ പാടത്ത് നിൽക്കുക വെള്ളത്തിൽ തണുപ്പത്ത്. ഇതൊരു കാര്യം ചെയ്യാനുള്ള മീനെ അത് അയക്കെടുത്തിട്ടാണ് അതിന്റെ മേലെ ഒരു 4 പൊന്തട്ടാൾ. അപ്പൊ അന്നേറ്റ് വന്നുകൊണ്ട് അതന്നെ കിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് ബട്ടച്ചെലവും ചായന്റെ കായ്ക്കുള്ള മീൻ ഇപ്പൊ അത് മതി. ആ ഒരു ബക്കറ്റ് മീൻ ഉണ്ടായാലും അയക്ക് നിറച്ചാണ്ട് കൊണ്ടുവരും. ഇനിയിപ്പോ ഇത് വെറുതെ വന്നിട്ട് കാര്യമില്ല, മഴയും കാറൊക്കെ വരുന്നുണ്ട്. വെറുതെ നഞ്ഞു പറ്റുന്നല്ലാതപ്പോ. ബാബുവിനെ കണ്ടിനാ? ബാബുവിനൊന്നും കണ്ടിട്ടില്ല. ഒമ്മന്നൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ അറ്റി മീൻ ഉണ്ടാവുന്നത്. ഈ തോണി ഇറച്ചി സാധാരണ മീൻ ഉണ്ടാവണ്ട. ഇനിയിപ്പോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇജ്ജ് നടക്ക്, നമ്മള് പോവാ.